അനീഷ് ദേവസിയിലേക്ക് കോഴിക്കോടേക്ക് പോവുകയാണ്. അനീഷ്, വടക്കൻ കേരളത്തിലാണ് ഒരുപക്ഷെ വിഷു ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കുന്നതെന്ന് പറയാം. അവിടെ എങ്ങനെയാണ്, കോഴിക്കോട് എങ്ങനെയാണ് ഒരുക്കങ്ങൾ? ജില്ല വിഷുവിനെ വരവേക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ജനസാഗരമാണ് കോഴിക്കോട് നഗരത്തിൽ. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് നഗരത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായ മിഠായി തെരുവിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഇവിടെ ഏതാനും മണിക്കൂറായി കാൽകുത്താൻ പോലും ഇടവില്ലാത്ത വിധത്തിലുള്ള വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ ജില്ലയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് വിഷുക്കണി ഒരുക്കാനുള്ള വിഭവങ്ങൾ വാങ്ങാനായി മിഠായി തെരുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മാർക്കറ്റിൻ്റെ പ്രധാന കവാടത്തിൽ തന്നെ എല്ലാം റെഡിയാണ്. കണിക്കൊന്ന, അതുപോലെ തന്നെ കണിവെള്ളരി, മയിൽപ്പീലി വിൽക്കുന്നവരുടെ ഒരു നീണ്ട നിര തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ചേട്ടാ, ഈ കണിക്കൊന്ന എന്താ വില? ഒന്നൊക്കെ ഒരു കെട്ടിന് 30 രൂപ. നല്ല കച്ചവടം ഉണ്ടോ? ഓ, കച്ചവടം കുറവില്ല, അത്യാവശ്യത്തിന് കച്ചവടം ഉണ്ട്, കിട്ടുന്നുണ്ട്. ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നേ നമ്മുടെ കണിക്കൊന്ന ഇപ്രാവശ്യം? വീട്ടിൽ തന്നെ പറിച്ചു കൊണ്ടുവരുന്നതാണ്. ഡില്ല, ഏതായാലും ഒരു കെട്ട് കണിക്കൊന്നയ്ക്ക് 30 രൂപയാണ് ഇത്തവണ വില വരുന്നത്. നമ്മളിനി ഇവിടെ ഈ മിഠായിത്തെരുവിൽ വന്നപ്പോൾ നമ്മളൊരു പ്രത്യേകമായി കണ്ടത് ഈ അഞ്ജനയാണ്. അഞ്ജന ഗുരുവായൂരപ്പൻ കോളേജിലെ വിദ്യാർത്ഥിയാണ്. അഞ്ജന സ്വന്തമായിട്ട് കൃഷിയിടത്ത് വിജയിച്ച വെള്ളരിക്കയാണ് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. അഞ്ജന, കച്ചവടം ഉണ്ടോ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് എത്തിയത് പ്രാവശ്യം? എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്നതാണ്. ഇതിനെന്താ വില ഇന്ന്? 50 രൂപ. ഡില്ല, ഏതായാലും ഈ അഞ്ജന ഇപ്രാവശ്യം ഈ വിഷു തൂക്കുന്ന രീതിയിലാണ്. സ്വന്തമായി കൃഷിയിടത്തിൽ നിന്ന് വിളയിച്ച വെള്ളരിക്കയാണ് കൊണ്ടുവച്ചിരുന്നത്. ഒരെണ്ണത്തിന് 50 രൂപയാണ് വാങ്ങുന്നത്. ചേട്ടാ, വിഷു ഒക്കെ എവിടെ വരെയായി? വിഷു ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു, നല്ല രീതിയിൽ പോകുന്നു. സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തോ? അതെ, പർച്ചേസ് ചെയ്യാൻ വരികയാണ്. അപ്പോഴാണ് ഈ കുട്ടിയെ കണ്ടത്. കുട്ടിയെ കണ്ടപ്പോൾ തോന്നി നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാമെന്ന് തോന്നി. നല്ലൊരു അവസരമാണ്. എല്ലാവരും സഹകരണം ഉണ്ടായാലേ ബിസിനസ് വിജയിക്കുള്ളൂ. ഇങ്ങനെയുള്ളൊരു വ്യവസായം, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നന്നായിട്ട് പറഞ്ഞു. ഈ കുട്ടി ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് കേൾക്കുന്നത്. ഗുരുവായൂരപ്പൻ കോളേജിലാണ്. വളരെ നല്ലൊരു സാധ്യതയാണത്. അതെ. ചേച്ചിയുടെ കയ്യിലൊന്നും കാണുന്നില്ലോ? ഒന്നും മേടിച്ചില്ലേ? ഇല്ല, മേടിക്കുന്നേ ഉള്ളൂ, വന്നത്തേ ഉള്ളൂ. ഇല്ല, ഏതായാലും എല്ലാവരും വലിയ ആഘോഷത്തിലാണ്. ഏതായാലും കണിക്കൊന്ന, അതുപോലെ തന്നെ കണിവെള്ളരി, അതുപോലുള്ള സാധനങ്ങളെല്ലാം റെഡിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പടക്കക്കടകളും ഇവിടെ ധാരാളമുണ്ട്. ചേട്ടാ, ഇത് എന്താണ് വില ഇതിന്? ഇല്ല, ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ കണ്ടത് ഈ മയിൽപ്പീലി വിൽക്കുന്നതാണ്. ഇവിടെ ധാരാളം പേരുണ്ട്. നമുക്ക് മയിൽപ്പീലിയുടെ വില എന്താണെന്ന് ചോദിക്കാം. ഭായ്, കിतना रुपये? 100 रुपये. 100 रुपये. कितना रुपये? 20 का. ശരി, അങ്ങനെ മിഠായി തെരുവിലെ വിശേഷങ്ങളാണ് അനീഷ് ദേവസ്യ പങ്കുവയ്ക്കുന്നത്. എന്തായാലും നാളെ കണി ഒരുക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിൽ ആളുകൾ മാർക്കറ്റുകളിൽ എത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.